ഈ അടുത്ത് ആര്യന് മൊബൈലിനോട് ഇത്തിരി അടുപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ഫോൺ കണ്ടാൽ തന്നെ വേണം, കൊടുത്തില്ലെങ്കിൽ ഇത്തിരി വാശിയൊക്കെ തുടങ്ങി. അപ്പൊ ചെക്കനെ മൊബൈലിൽ നിന്ന് ഇത്തിരി മാറ്റി നിർത്താൻ എന്തെങ്കിലും രസമുള്ള ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കളിപ്പാട്ടം എന്റെ കണ്ണിൽ പെടുന്നത്. കണ്ടപ്പോൾ തന്നെ വില കുറവല്ലേ, ഒന്ന് പരീക്ഷ നോക്കാമെന്ന് തോന്നി. ഇത്തരം സാധനങ്ങൾ ഓൺലൈനിൽ കാണുമ്പോൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കൊള്ളാം, കയ്യിൽ കിട്ടുമ്പോഴാണ് യഥാർത്ഥ അവസ്ഥ മനസ്സിലാകുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ല, ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തു. പതിവ് പോലെ അൺബോക്സിംഗ് സമയത്ത് ആര്യനും എന്റെ ഒപ്പം കൂടി. അവൻ മാത്രമല്ല, ആമിയും വിലുവും എല്ലാവരും എന്റെ ചുറ്റും തന്നെയുണ്ട്. കളിപ്പാട്ടാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. ബോക്സ് തുറന്ന് സാധനം കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. പല സൈസിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയത് 6 റാമ്പുള്ള മോഡലാണ്. കൂടെ 4 ചെറിയ ടോയ് കാറുകളും കിട്ടും. റാമ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കാറുകളുടെ എണ്ണവും കൂടുന്ന മോഡലുകൾ വേറെയുണ്ട്. ബോക്സിനകത്ത് 6 റാമ്പും 4 കാറുകളും പിന്നെ ഇതിന്റെ തൂണുകളുമാണ് ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും നോക്കണം. സെറ്റിംഗ് എന്ന് പറയാൻ വലിയ പണിയൊന്നുമില്ല. ഒന്നിന് മുകളിൽ ഒന്നായി ഓരോ റാമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. മിനിറ്റുകൾക്കുള്ളിൽ സംഗതി റെഡി. ഇനി റേസിംഗ് തുടങ്ങിയാലോ എന്ന മൂഡിലാണ് ആമി. സത്യത്തിൽ ഈ കാറുകൾ മുകളിൽ നിന്ന് റാമ്പിലൂടെ ഒന്നിന് പുറകെ ഒന്നായി താഴേക്ക് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ആമി ആര്യനും മാറി മാറി റേസിംഗ് തുടങ്ങി. ഇടയ്ക്ക് ക്യാപ്പ് കിട്ടുമ്പോൾ ഞാനും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആര്യൻ ഇതിൽ നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോയി കാർ എടുത്ത് റാമ്പിൽ വെക്കാൻ നോക്കും. ചിലപ്പോൾ റാമ്പ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഓടും. ചിലപ്പോൾ ആ കാറുകൾ ട്രാക്കിൽ ഓടിക്കേണ്ടതാണെന്ന കാര്യം തന്നെ മറന്ന് നിലത്തോട് ഓടിച്ചുകൊണ്ട് നടക്കും. ട്രാക്കിൽ ഓടേണ്ട വണ്ടികളുടെ ഗതികേട് നോക്കിയത്. പക്ഷെ ഞാൻ നോക്കിയിരുന്നൊരു കാര്യം അതായിരുന്നു. മൊബൈൽ ചോദിച്ചുകൊണ്ടിരുന്ന ചെക്കൻ ഇപ്പോൾ ഇതും പിടിച്ച് കുറച്ചു നേരം ബിസിയാണ്. അത് തന്നെയായിരുന്നു ഞാൻ ഈ സാധനം വാങ്ങിയതിന്റെ പ്രധാന ഉദ്ദേശം. കളിപ്പാട്ടം കൊണ്ട് മൊബൈൽ പൂർണ്ണമായി മാറ്റിക്കളയാമെന്നൊന്നുമല്ല, പക്ഷേ ഒരു ആൾട്ടർനേറ്റീവായി കുട്ടിയെ കുറച്ചു നേരം എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒരു ഡ്രോബാക്ക് മാത്രമാണ് എനിക്കിതിൽ തോന്നിയത്. കുറച്ചു നേരം ഉപയോഗിക്കുമ്പോൾ ചില കാറുകൾ 2 കഷ്ണമാകുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്താൽ വീണ്ടും ശരിയാകും. പക്ഷേ ആര്യന്റെ ചില നേരത്തെ ഹെവി പറപ്പിക്കലിൽ അത് വീണ്ടും വേണം. 5 രൂപയുടെ സൂപ്പർ ഗ്ലൂവിലോ ഇത്തിരി സെല്ലോ ടേപ്പിലോ ഈ പ്രശ്നം മൊത്തത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ ഒട്ടിച്ചു വെക്കുന്നില്ല. ഇളകിപ്പോയാൽ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ഓടിക്കാനും കൂടെ ചെക്കനൊന്ന് പഠിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയണം. ഈ ടോയ് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളമേ. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയുന്നതല്ല. ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ടും ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വില ചെറുതായാലും വലുതായാലും നമ്മൾ തരുന്ന വിശ്വാസത്തിലല്ലേ നിങ്ങളും സാധനം വാങ്ങുന്നത്. ആ വിശ്വാസത്തെ ഞാൻ മാനിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയത് 215 രൂപയ്ക്കാണ്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ വാങ്ങിയ വിലയേക്കാൾ കുറച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ടോയ് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോയുടെ കൂടെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് തുറന്ന് ഇപ്പോഴത്തെ വിലയും ഡീറ്റെയിൽസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെർത്താണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി ഇതുപോലത്തെ ടോയ്സ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, എത്ര റാമ്പുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ, എത്ര നാളായി ഉപയോഗിക്കുന്നു എന്നൊക്കെ കമന്റിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇതുപോലൊരു ടോയ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. പക്ഷേ ആര്യൻ ഇപ്പോൾ മൊബൈൽ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ചില സമയത്ത് ഈ കാറുകൾ എവിടെ പോയി എന്ന് നോക്കുന്നതിലാണ്. അടുത്തൊരു ടോയ് കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഏത് വെറൈറ്റി ആണെന്നും അത് ആര്യൻ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്തേക്കാനും മറക്കല്ലേ.